ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാത്യു അർണോൾഡ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന പോർഷനാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മാത്യു അർണോൾഡ് ഒരു ഫേമസ് വിക്ടോറിയൻ പോയറ്റ് ആയിരുന്നു, ക്രിട്ടീക്ക് ആയിരുന്നു, അതേപോലെ തന്നെ ഒരു ക്ലാസിസ്റ്റും ആയിരുന്നു. അപ്പോൾ ക്ലാസിസ്റ്റ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം റൂൾസിനും റെഗുലേഷൻസിനും പിന്നെ ഒരു ഹൈ ഓർണമെൻ്റൽ ലാംഗ്വേജസിനൊക്കെ ആയിരിക്കും ഇമ്പോർട്ടൻസ് പൊതുവെ കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഹൈലി അഡ്മയർ ചെയ്തിരുന്നത് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രീക്ക്, റോമൻ, ഫ്രഞ്ച് റൈറ്റേഴ്സിൻ്റെ വർക്ക്സ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം മോഡേൺ ഇംഗ്ലീഷ് ഓതേഴ്സിന് കൊടുക്കുന്ന ഉപദേശമായിരുന്നു യു ഷുഡ് ഫോളോ ദ വർക്ക്സ് ഓഫ് ഏൻഷ്യൻറ്റ് ഗ്രീക്ക്, റോമൻ ആൻഡ് ഫ്രഞ്ച് റൈറ്റേഴ്സ് എന്നുള്ളത്. അദ്ദേഹത്തിന് അത്രത്തോളം ഇഷ്ടമായിരുന്നു അവരുടെ വർക്ക്സ്. പിന്നീട് ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ഇവാലുവേറ്റിംഗ് എ ടെക്സ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ടച്ച് സ്റ്റോൺ. അതായത് നമ്മളിപ്പം ബേസിക്കലി പറയത്തില്ലേ, ഇപ്പം നമ്മളൊരു ഹൈ ബാർ അല്ലെങ്കിൽ ഹൈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് പോയാലേ ഇനി അതിനെ കൊള്ളാമെന്ന് അതിനെക്കാട്ടും നല്ലതെന്ന് പറയാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അതാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്നുകൊണ്ട് ഒന്ന് ബ്രീഫാക്കി പറയുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു വർക്കിനെ സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് വെച്ച് ബാക്കിയുള്ള വർക്ക്സിനെ ഇവാലുവേറ്റ് ചെയ്യും. അതാണ് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടച്ച് സ്റ്റോൺ മെത്തേഡിനെ കമ്പാരിറ്റീവ് മെത്തേഡ് ഓഫ് ക്രിറ്റിസിസം എന്നും പറയാറുണ്ട്. കാരണം രണ്ട് വർക്ക് എന്ന് നമ്മൾ പെർട്ടിക്കുലർലി പറയുന്നത്, നമുക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക്, നല്ല അംഗീകാരം കിട്ടിയിട്ടുള്ളൊരു വർക്കിൻ്റെ ഒരു പെർട്ടിക്കുലർ പാസേജോ ഒരു ലൈനോ അത് വെച്ചിട്ട് ബാക്കിയുള്ള വർക്ക്സിനെ ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇറ്റ് ഇസ് ടു ജഡ്ജ് ദ മെറിറ്റ് ഓഫ് എ വർക്ക്, അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ വാല്യൂ അല്ലേ, അങ്ങനെ നോക്കുന്നതിനാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടച്ച് സ്റ്റോൺ മെത്തേഡിനെ കുറിച്ച് അദ്ദേഹം ഫസ്റ്റ് സംസാരിച്ചത് ദ സ്റ്റഡി ഓഫ് പോയട്രി എന്ന വർക്കിലാണ്, പബ്ലിഷ്ഡ് ഇൻ 1880. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ദ സ്റ്റഡി ഓഫ് പോയട്രിയിലാണ് ഫസ്റ്റ് ഈ ടച്ച് സ്റ്റോൺ മെത്തേഡിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വർക്കിൽ അദ്ദേഹം ബേസിക്കലി സംസാരിച്ചിട്ടുള്ളത് ദ ഫങ്ഷൻ ഓഫ് പോയട്രി, ഇമ്പോർട്ടൻസ് ഓഫ് ക്രിറ്റിസിസം ആൻഡ് ഹൗ ക്രിട്ടീക്സ് എസ്റ്റിമേറ്റ് പോയം, എങ്ങനെയൊക്കെയാണ് ഒരു ക്രിട്ടീക്സ് ഒരു വർക്കിനെ അല്ലെങ്കിൽ ഒരു പോയത്തിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോയട്രിയുടെ ഫംഗ്ഷനെ കുറിച്ച് സംസാരിച്ചു, ക്രിറ്റിസിസത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിച്ചു, പിന്നീട് ഹൗ ക്രിട്ടിക്സ് ഇവാലുവേറ്റ് പോയം എന്നും പറഞ്ഞു. അപ്പോൾ അക്കോർഡിംഗ് ടു മാത്യു അർണോൾഡ് ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് ക്രിറ്റിസിസം ഈസ് ടു ക്രിയേറ്റ് ഒരു ഇൻ്റലക്ച്വൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക ഫോർ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ക്രിട്ടിക് ഈസ് ടു സീ ദ ഒബ്ജക്റ്റ് ആസ് ഇറ്റ് ഇസ്. ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണോ അത് അതിനെപ്പോലെ കാണുക, അല്ലാതെ നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ ഇഷ്ടങ്ങളും ലൈക്കിങ്സും അല്ലെങ്കിൽ അത് ഏത് സമയത്താണ് പ്രൊഡ്യൂസ് ചെയ്ത ആ വർക്ക് അങ്ങനെയൊന്നും നോക്കാതെ നമുക്ക് ആ ഒബ്ജക്റ്റ് വായിച്ചിട്ട് അല്ലെങ്കിൽ ആ പോയം വായിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്, അങ്ങനെ ഓക്കെ. അപ്പം ഹി വാസ് അഗെയിൻസ്റ്റ് പേഴ്സണൽ പ്രിജുഡൈസസ് അല്ലെങ്കിൽ പേഴ്സണൽ ലൈക്കിങ് അങ്ങനെയൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. കാരണം അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റേ നമുക്ക് തന്നെ ഉണ്ടാക്കത്തുള്ളൂ അല്ലേ. അതായത് ഇപ്പോൾ ഒരു നല്ല ക്രിറ്റിസിസം നല്ലതായിട്ട് നമ്മളൊരു വർക്കിനെ ക്രിറ്റിസൈസ് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നല്ല ട്രൂ ആയിട്ടുള്ള പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ കിട്ടും. അപ്പം ക്രിട്ടീക്കിൻ്റെ ജോലി നല്ലൊരു ഹൈ കൾച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു പാത തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. സോ അതാണ് അവിടെ പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്റ്റഡി ഓഫ് പോയട്രി എന്ന വർക്കിലാണ് ഫസ്റ്റ് ഈ ടച്ച് സ്റ്റോൺ മെത്തേഡിനെ കുറിച്ച് സംസാരിച്ചതെന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട് 3 ways in which critics estimate a poem. നമ്മൾ ആദ്യമേ പറഞ്ഞു ക്രിട്ടീക്സ് എങ്ങനെയാണ് ഒരു വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, പിന്നെ ഫംഗ്ഷൻ ഓഫ് പോയട്രി, ഇമ്പോർട്ടൻസ് ഓഫ് ക്രിറ്റിസിസം. ഇത് മൂന്നിനെ കുറിച്ചിട്ടാണ് ഈ ദ സ്റ്റഡി ഓഫ് പോയട്രി എന്ന വർക്കിൽ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. സോ ഹിയർ ഹി ടോക്സ് അബൌട്ട് ദ 3 ways in which critics estimate a poem. അതിലൊന്നാമത്തതാണ് പേഴ്സണൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. പേഴ്സണൽ എസ്റ്റിമേറ്റിൽ കുറച്ച് ബയസ്ഡ് ആയിരിക്കും, ഒരുപാട് പ്രിജുഡൈസ്ഡും ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ റീഡർ തൻ്റെ പേഴ്സണൽ പ്രിഫറൻസസും തനിക്ക് എന്താണോ ഇഷ്ടം അതിന് മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ തന്നെ ഇപ്പോൾ നമ്മളൊരു കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് വെക്കുക. ആ കോമ്പറ്റീഷനിൽ നമ്മൾ നല്ലതുപോലെ പെർഫോം ചെയ്തു, ബട്ട് ആ ജഡ്ജിൻ്റെ റിലേറ്റീവോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും രണ്ടാമത്തെ കണ്ടസ്റ്റൻറ്റ്. അപ്പോൾ ആ രീതിയിൽ ജഡ്ജ് രണ്ടാമത്തെ കണ്ടസ്റ്റൻറ്റിനെ ജയിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം ഇന്ന ആളോടാണ് കൂടുതൽ, അതുകൊണ്ട് അവരോടാണ് ഞാൻ മിണ്ടുന്നത്, അല്ല അവർക്കാണ് ഞാൻ അവാർഡ് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു വർക്കിൻ്റെ ബേസിസിലും നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കിഷ്ടമാണെന്നും പറഞ്ഞ് നമുക്ക് ആ ജോണർ ഇഷ്ടമാണെന്നും പറഞ്ഞ് നമുക്കൊരു വർക്ക് കൊള്ളാം എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്.
ഇപ്പം ഒരാൾക്ക് ത്രില്ലേഴ്സാണ് ഇഷ്ടമെങ്കിൽ എന്താണ് ത്രില്ലേഴ്സ് മാത്രം കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യൂല. ഒരു വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള, പിന്നെ കോണ്ടൻറ്റ്, പിന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മിക്സ്ചർ ആയിരിക്കുമല്ലോ ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ ബയസസ് വെച്ചിട്ട് ഒരു വർക്കിനെ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് മാത്യു ആർണോൾഡ് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ പ്രിഫറൻസസ് ഒരിക്കലും ഒരു വർക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നോക്കാൻ പാടില്ല. അതായത് പിന്നെ വേറൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഓതറിനെ ഇഷ്ടമാണ്. അപ്പം ആ ഓതർ ഒരു പുതിയ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത ഉടനെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഓതറാണല്ലോ, അപ്പം ഇത് നല്ലൊരു വർക്ക് ആയിരിക്കും എന്ന് നമ്മൾ വായിക്കുന്നതിന് മുമ്പേ വിലയിരുത്തും. എന്നിട്ട് ആ നല്ലൊരു വർക്കാന്ന് ഇവാലുവേറ്റ് ചെയ്ത് ജഡ്ജ് ചെയ്ത് ഫൈനൽ ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്യും. ഇതും തെറ്റാണ്. അക്കോർഡിംഗ് ടു മാത്യു ആർണോൾഡ് ഇതൊരു ഫാലസിയാണ്. പേഴ്സണൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ജഡ്ജ്മെൻറ്റിൽ ഒരു എറർ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തേന്ന് പറയുന്നത് ഹിസ്റ്റോറിക് എസ്റ്റിമേറ്റ് ആണ്. ജഡ്ജിങ് എ വർക്ക് ഓൺ ദ ബേസിസ് ഓഫ് റെപ്യൂട്ടേഷൻ, ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ടെക്സ്റ്റ്, ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പോയത്തിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഇത് എന്തായാലും തെറ്റാണ്. കാരണം ഇപ്പോൾ ഒരു വർക്ക് വിക്ടോറിയൻ ഏജിലാണോ പ്രൊഡ്യൂസ് ചെയ്തത്, റൊമാൻറ്റിക് ഏജിലാണോ പ്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺ ഏജിലാണോ പ്രൊഡ്യൂസ് ചെയ്തത്, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റൂല, അല്ലേ? നമുക്കൊരു വർക്കിൻ്റെ കണ്ടന്റ് അറിയാതെ ഒരിക്കലും നമുക്ക് അതിനെപ്പറ്റി ഒന്നും ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇതിനകത്ത് ഹിസ്റ്ററിക്കൽ എസ്റ്റിമേറ്റ് ആണ് രണ്ടാമത്തത്. അപ്പോൾ മാത്യു ആർണോൾഡ് ഇതിനും എഗെയിൻസ്റ്റ് ആയിരുന്നു. നമുക്ക് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി അറിയാതെ ഒരു വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ക്രിറ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹി വാസ് എഗെയിൻസ്റ്റ് ദാറ്റ്. ഹിസ്റ്ററിക്കൽ ഫാലസി ഓഫ് ജഡ്ജിങ് എ വർക്ക് ഈസ് കോൾഡ് ഹിസ്റ്ററിക് എസ്റ്റിമേറ്റ്. അതായത് ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് മാത്യു ആർണോൾഡ് തരുന്നത് കെയ്റ്റ്മാൻ്റെയും മിൽട്ടൻ്റെയും കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കെയ്റ്റ്മാൻ ആണ് ഫസ്റ്റ് പോയറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എബിലിറ്റീസ് ഒക്കെ ദൈവം കൊടുത്തു, പോയറ്റിക് എബിലിറ്റീസ്. അപ്പം കെയ്റ്റ്മാൻ്റെ വർക്ക് വെച്ചിട്ട് നമുക്കൊരിക്കലും മിൽട്ടൻ്റെ വർക്കുമായിട്ട് അങ്ങനെ ഒരു ഇത് പറ്റൂലല്ലോ. കമ്പാരിസൺ അല്ല, ഇന്ന ഏജിലാണ് എഴുതിയത് ഈ വർക്ക്, അപ്പോൾ ഇതൊക്കെ കാണണം, അങ്ങനെ നമുക്ക് പറ്റൂലല്ലോ. സോ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ടെക്സ്റ്റിൻ്റെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഹിസ്റ്ററിക്കൽ എസ്റ്റിമേറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിട്ടിക്സ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ടെക്സ്റ്റ്. ഇവിടെയാണെങ്കിൽ ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കുറവായിരിക്കും. ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റിനായിരിക്കും ലിറ്റററി വർക്കിനെക്കാട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ മൂന്നാമത്തതാണ് റിയൽ എസ്റ്റിമേറ്റ്. റിയൽ എസ്റ്റിമേറ്റ് ആണ് ക്രിറ്റിസിസം ഇവിടെ ഒബ്ജക്റ്റീവാണ്. അതായത് ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണോ, ഒരു വർക്ക് എങ്ങനെയാണോ, ഒരു ടെക്സ്റ്റ് എങ്ങനെയാണോ അത് ആ രീതിയിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പേഴ്സണൽ ബയസും കാണൂല, പ്രിജുഡൈസ്ഡും ആയിരിക്കില്ല. അപ്പം മാത്യു ആർണോൾഡ് പ്രിഫർ ചെയ്യുന്നത് റിയൽ എസ്റ്റിമേറ്റ് ആണ്. ഇവിടെ ക്രിട്ടിക്ക് ബാലൻസസ് ബിറ്റ്വീൻ ദ ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. എല്ലാത്തിനും ഒരു പരിഗണന കൊടുക്കും, അല്ലാതെ ഒരെണ്ണത്തിന് മാത്രമല്ല. ഓക്കെ. പിന്നെ he said that the real estimate is the right way of analyzing a poem. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമയത്ത് ക്രിട്ടിക്സ് മോസ്റ്റ്ലി യൂസ് ചെയ്തിരുന്ന ഹിസ്റ്ററിക് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ എസ്റ്റിമേറ്റ് ആയിരുന്നു ഫോർ ടു ജഡ്ജ് എ പോയം. ടച്ച്സ്റ്റോൺ മെത്തേഡിനെ കമ്പാരിറ്റീവ് മെത്തേഡ് ഓഫ് ക്രിറ്റിസിസം എന്നും പറയും. പിന്നെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള നല്ലൊരു പോയത്തിന് നമ്മൾ ഒരു ബാരോമീറ്റർ ആയിട്ട് സെറ്റ് ചെയ്യും, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് സെറ്റ് ചെയ്യും, എഗെയിൻസ്റ്റ് വിച്ച് അതർ വർക്ക്സ് ക്യാൻ ബി ജഡ്ജ്ഡ്. അപ്പോൾ അക്കോർഡിംഗ് ടു മാത്യു ആർണോൾഡ് ദെയർ ആർ ഫോർ ഓതേഴ്സിനെയാണ് ടച്ച്സ്റ്റോൺ ആയിട്ട് പറയുന്നത്. 4 ഓതേഴ്സിൻ്റെ വർക്ക്സ് തന്നെ നമ്മൾ വർക്ക് മൊത്തത്തിലെടുത്തല്ല നോക്കുന്ന ഒരു വർക്കിൻ്റെ, ഒരു ഫേമസ് വർക്കിൻ്റെ പാസേജോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലൈനോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അക്കോർഡിംഗ് ടു മാത്യു ആർണോൾഡ് ആ ടച്ച് സ്റ്റോൺസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 3 passages ഫ്രം ഹോമർ, 3 passages ഫ്രം ഡാൻറ്റെ, 3 passages ഫ്രം മിൽട്ടൺ ആൻഡ് 2 passages ഫ്രം ഷേക്സ്പിയർ. അപ്പം ബാക്കി 3 പേരിലും 3, പിന്നെ ബാക്കി ഷേക്സ്പിയറിൽ 2 passages. ഓക്കെ. ഇതിൽ ക്ലാസിക്കൽ റൈറ്റേഴ്സ് എന്താണ്? ഹോമറും ഡാൻറ്റെയാണ്. ഹോമറിൻ്റെ ഇല്ലിയാഡും ഒഡീസിയും, ഡാൻറ്റെയുടെ ഡിവൈൻ കോമഡി, പിന്നെ ഷേക്സ്പിയറിൻ്റെ പ്ലേസും മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റും. ഇതൊക്കെയാണ് ടച്ച് സ്റ്റോൺ ആയിട്ട് മാത്യു ആർണോൾഡ് കണക്കാക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഒരു ക്രിട്ടിക്ക് ഒരു പോയറ്റിൻ്റെ വർക്ക് കമ്പയർ ചെയ്യുമ്പം ഈ ടച്ച് സ്റ്റോൺ പാസേജസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യണം എന്നാണ് മാത്യു ആർണോൾഡ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഈ മെത്തേഡ് വെച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇഫ് ദ പോയം മൂവ്സ് ദ ക്രിട്ടിക്ക്, ഈ ക്രിട്ടിക്ക് അത് അനലൈസ് ചെയ്യുമ്പം ഈ ടച്ച് സ്റ്റോൺ പാസേജസ് വായിച്ചപ്പോൾ തനിക്കുണ്ടായിട്ടുള്ള സന്തോഷം അല്ലെങ്കിൽ തനിക്കുണ്ടായിട്ടുള്ള ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ഇല്ലേ, അതേപോലെ തന്നെ ആ ക്രിട്ടിക്കിനെ മൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ വർക്കിന് ഇവാലുവേറ്റ് ചെയ്യുന്ന ആ വർക്കിന് ഗ്രേറ്റ് വർക്കിൽ കണക്കാക്കും. അപ്പോൾ അതാണ് ബേസിക്കലി ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഒരു വെൽ നോൺ പോയറ്റിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് ലൈൻസ് സെലക്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അതിനെ ബാക്കിയുള്ള പോയമായിട്ട് കമ്പയർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്യുക. പിന്നെ മാത്യു ആർണോൾഡ് ചോസറിന് 12th സെഞ്ച്വറിയിലും 13th സെഞ്ച്വറിയിലും ഉണ്ടായിരുന്ന ഫ്രഞ്ച് പോയറ്റ്സുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ചോസർ എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയിട്രിയാണ്. ചോസർ ഒരുപാട് വർക്ക്സും റൈമും മീറ്ററും സ്റ്റാൻസായും അതായത് ലിറ്ററേച്ചറിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ചോസർ എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രിയുമാണ്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഹീ സുപ്പീരിയർ ടു ഓൾ ദ ഫ്രഞ്ച് റൈറ്റേഴ്സ്. ബട്ട് എന്താണ് ഇവിടെ അക്കോർഡിംഗ് ടു മാത്യു ആർണോൾഡ് ചോസർ എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ പോയറ്റ് അല്ല ഡാൻറ്റെയും ഹോമറിനെയും പോലെ. ചോസർ ഇസ് നോട്ട് എ ക്ലാസിക്കൽ പോയറ്റ് ലൈക്ക് ഡാൻറ്റെ ആൻഡ് ഹോമർ അക്കോർഡിംഗ് ടു
മാത്യു അർണോൾഡ്. കാരണം എന്താണ് ചില റൈറ്റേഴ്സിൻ്റെ വർക്ക്സിലൊന്നും സീരിയസ്നെസ് ഇല്ല, ഹൈ സീരിയസ്നെസ് എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പം ഓതേഴ്സ് ദാറ്റ് ലാക്ക് ഹൈ സീരിയസ്നെസ് അക്കോർഡിംഗ് ടു മാത്യു അർണോൾഡ് ആർ ചോസർ, ഡ്രൈഡൻ, പോപ്പ് ആൻഡ് ഷെല്ലി. ഇവർ 4 പേർക്കും ഹൈ സീരിയസ്നെസ് ഇല്ല എന്നാണ് മാത്യു അർണോൾഡ് പറയുന്നത്. സോ ടച്ച്സ്റ്റോൺ മെത്തേഡ് ഒരുപാട് ക്രിട്ടിക്സ് അക്സെപ്റ്റ് ചെയ്യാത്തൊരു മെത്തേഡാണ്. ഒരുപാട് ക്രിട്ടിക്സ് അതിനെ ഒപ്പോസ് ചെയ്തു ഫോർ ഇറ്റ്സ് ആർബിട്രറി നേച്ചർ. ആൻഡ് എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്, എല്ലാ റൈറ്റേഴ്സും ഒബ്വിയസ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാൾക്കുള്ള ക്രിയേറ്റിവിറ്റി ആയിരിക്കില്ല വേറൊരാൾക്കുള്ളത്. സോ ഒബ്വിയസ്ലി ഡിഫറെൻറ്റ് വർക്ക്സ് ആയിരിക്കും നമ്മളെല്ലാവരും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരാളുടെ വർക്ക് വെച്ചിട്ട് വേറൊരാളുടെ വർക്കിനെ കമ്പയർ ചെയ്തുകൊണ്ടിട്ട് ഇന്നതാണ് നല്ലത് ഇന്നതാണ് കൊള്ളാത്തതെന്ന് പറയാൻ പറ്റുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം മാത്യു അർണോൾഡിൻ്റെ അഡ്മയറർ ആയിരുന്നു TS എലിയട്ട്. പക്ഷേ TS എലിയട്ട് പോലും ഈ ഒരു മെത്തേഡിനെ അപ്രൂവ് ചെയ്തിട്ടില്ല. കാരണം ഒരു വർക്കിൻ്റെ കമ്പാരിസൺ ഒരു ഫെലോ ഓതറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രിറ്റിസിസം നേരിട്ടിട്ടുണ്ട് ഈ ഒരു മെത്തേഡിന്.